ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ബ്രഹ്മാവിൻ്റെ പരീക്ഷണം. കുട്ടികളെ, ഇന്ന് കൃഷ്ണൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയാനുള്ള ബ്രഹ്മാവിൻ്റെ ഒരു പരീക്ഷണ കഥയാണ് പറയുന്നത്. ഭഗവാൻ അസുരന്മാർക്ക് പ്രത്യക്ഷമായി മുക്തി നൽകുന്ന വിവരം അറിഞ്ഞ ബ്രഹ്മാവിന് ഇതെങ്ങനെ മുക്തി നൽകുന്നുവെന്നത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് കൃഷ്ണൻ്റെ വൈഭവം എത്രമാത്രമുണ്ടെന്നറിയാൻ ബ്രഹ്മദേവന് ഒരാഗ്രഹം തോന്നി. അഘാസുരനെ വധിച്ച ശേഷം കൃഷ്ണൻ കൂട്ടുകാരും ഒരുമിച്ച് കളി പറഞ്ഞിരിക്കുകയായിരുന്നു. നേരം ഉച്ചയായപ്പോൾ നദിക്കരയിൽ പോകാമെന്ന് പറഞ്ഞ് പശുക്കളെയും കൊണ്ട് എല്ലാവരും കൂടി അവിടേക്ക് പോയി. പശുക്കളെ മേയാൻ വിട്ട ശേഷം എല്ലാവരും വലിയ മരത്തിൻ്റെ തണലിലിരുന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികൾ അഴിച്ച് കഴിക്കാൻ തുടങ്ങി. കൃഷ്ണൻ നാഭിയിൽ ഓടക്കുഴലും തിരുകി അവരുടെ മധ്യത്തിലിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. പല നേരം പോക്കുകൾ പറഞ്ഞ് അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണൻ്റെ വൈഭവം അറിയാൻ വേണ്ടി ബ്രഹ്മാവും കൂട്ടരും ആ സമയം ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരത്തിന് മുൻപുള്ള എല്ലാ അവതാരങ്ങളുടെയും മഹത്വങ്ങളും മാഹാത്മ്യങ്ങളും ബ്രഹ്മാവിന് നേരിട്ടറിയാവുന്നതാണ്. എന്നാൽ പൂർണ്ണ അവതാരമായ കൃഷ്ണൻ്റെ മഹിമ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഘാസുരന് പ്രത്യക്ഷ മോക്ഷം നൽകിയപ്പോഴാണ് കൃഷ്ണവൈഭവം നേരിട്ട് കണ്ടത്. അപ്പോഴാണ് ഒരു പരീക്ഷണം നടത്തണമെന്ന് ബ്രഹ്മാവിന് ആഗ്രഹമുണ്ടായത്. കൃഷ്ണനും കൂട്ടരും ആഹാരം കഴിക്കാൻ ഇരുന്നത് പശുക്കൾ മേയുന്നത് കാണത്തക്ക രീതിയിലായിരുന്നു. ഈ പശുക്കളെ മറയ്ക്കാമെന്ന് ബ്രഹ്മാവ് വിചാരിച്ചു. അങ്ങനെ കുട്ടികളെയും പശുക്കളെയും ബ്രഹ്മാവും കൂട്ടരും വന്ന് കൊണ്ടുപോയി. മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കിടാങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുകൊണ്ടിരിക്കെ മറയാൻ തുടങ്ങി. കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കെ ഓരോന്നോരോന്നായി മറിഞ്ഞപ്പോൾ അവർ ഊണ് മതിയാക്കി എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അപ്പോൾ കൃഷ്ണൻ ഞാൻ പോയി അന്വേഷിക്കാമെന്നും നിങ്ങൾ ഊണ് കഴിക്കാനും പറഞ്ഞ് കൃഷ്ണൻ പോയി. ആഹാരം കയ്യിൽ പിടിച്ചു തിന്നുകൊണ്ടാണ് അവിടെ നിന്നും ഭഗവാൻ തിരിച്ചത്. പശുക്കൾ നിന്ന സ്ഥലവും പരിസരവുമെല്ലാം പരിശോധിച്ചു. ഒരു പശുക്കുട്ടിയെ പോലും അവിടെ കാണാൻ കഴിഞ്ഞില്ല. കാളന്തി തീരത്തും ഗോവർദ്ധനത്തിൻ്റെ അടിവാരത്തിലുമെല്ലാം ഓടക്കുഴലൂതിക്കൊണ്ട് അന്വേഷിച്ചു. അവിടെ എങ്ങും കാണാഞ്ഞതിനാൽ കൃഷ്ണൻ തിരിച്ച് കൂട്ടുകാരിരുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരെയും കാണാനില്ലായിരുന്നു. കൃഷ്ണൻ എല്ലായിടത്തും അവരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് നടന്നു. ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗോപാലബാലന്മാരും പശുക്കളും ഇല്ലാതെ എങ്ങനെ വീട്ടിൽ തിരിച്ചു ചെല്ലും? ചേട്ടനില്ലാതെ പോകരുതെന്ന് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുമുണ്ട്. അന്ന് രാമൻ വന്നതുമില്ലായിരുന്നു. ഗോപന്മാരോടും ഗോപികമാരോടും എന്ത് സമാധാനം പറയുമെന്നോർത്ത് കൃഷ്ണന് ആകെ പരിഭ്രമമായി. പോകാതെ ഞാൻ തന്നെ എങ്ങനെ ഒറ്റയ്ക്കിവിടെ നിൽക്കും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൃഷ്ണൻ തൻ്റെ യോഗശക്തിയാൽ ഉൾക്കണ്ണുകൊണ്ട് നോക്കി. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കളിയാണെന്ന് കൃഷ്ണന് മനസ്സിലായി. ഇതിനുള്ള തിരിച്ചടി ബ്രഹ്മാവിന് നൽകണമെന്ന് വിചാരിച്ചു. ഉടൻ മായാദേവിയുടെ സഹായത്തോടെ എത്ര പശുക്കുട്ടികളും എത്ര ബാലന്മാരും മറയ്ക്കപ്പെട്ടുവോ അത്രയും പേരെ സൃഷ്ടിച്ചു. ആകൃതിയിലും പ്രകൃതിയിലും പ്രായത്തിലും ശബ്ദത്തിലും ചലനത്തിലും സ്വഭാവത്തിലും ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് സൃഷ്ടിച്ചത്. അംഗവൈകല്യമുള്ളവരെയും അതുപോലെ സൃഷ്ടിച്ചു. പശുക്കളുടെ കാര്യമാണെങ്കിലും കൊമ്പുകൾ, പാണ്ടുകൾ, പ്രായം, നിറം, പൊക്കം, വണ്ണം ഒരു വ്യത്യാസവുമില്ലാതെ ഉണ്ടായിരുന്ന പശുക്കളുടെ അതേ രൂപത്തിൽ തന്നെ കൃഷ്ണൻ മായ കൊണ്ട് സൃഷ്ടിച്ചു. വൈകുന്നേരമായപ്പോൾ കൂട്ടുകാരോടും പശുക്കളോടും കൂടി എന്നും ചെല്ലാറുള്ളതുപോലെ ഓടക്കുടലും വിളിച്ച് ഗോപകവാടത്തിലെത്തി. അത് കേട്ട് ഗോപാംഗനകൾ ഓടി വന്ന് കൃഷ്ണനെ എതിരേറ്റു. ഗോകുലത്തിലുള്ളവർക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടായില്ല. എന്നും പതിവ് പോലെ രാവിലെ ഗോക്കളെ മേയ്ക്കാൻ പോകും. ഇങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു. ബലഭദ്രന് ചെറിയ സംശയമുണ്ടായി. ഇവരെല്ലാം മായാരൂപികളായി തോന്നി.
തൻ്റെ അകക്കണ്ണാൽ നോക്കിയപ്പോൾ ബലരാമന് കാര്യം മനസ്സിലായി. ബ്രഹ്മാവ് ഗോക്കളെയും ബാലന്മാരെയും മറച്ചതുകൊണ്ട് വൃന്ദാവനത്തിലെ സ്ഥിതി അറിയാൻ ആകാശത്ത് നിന്നുകൊണ്ട് നോക്കി. താൻ മറച്ചുവെച്ച ബാലന്മാർക്കും പശുക്കൾക്കും പകരം അത്രയും കുമാരന്മാരും പശുക്കുട്ടികളും കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുന്നു. ബ്രഹ്മാവ് ആകെയൊന്ന് പകച്ചു. ബ്രഹ്മാവിന് എല്ലാവരും കൃഷ്ണനെ പോലെ തോന്നി. ഗോപന്മാരും പശുക്കളും എല്ലാം വിഷ്ണുചിഹ്നങ്ങളോടുകൂടിയ വിഷ്ണുരൂപികൾ വൃന്ദാവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ബ്രഹ്മാവിന് ആകെ പരിഭ്രമമായി. ബ്രഹ്മാവ് തൻ്റെ മായയെ മാറ്റി. അപ്പോൾ കയ്യിൽ പിടിച്ച് പശുക്കളെ നോക്കി ഓടുന്ന കൃഷ്ണനെ കാണുമാറായി. ബ്രഹ്മാവ് ഉടനെ ഭൂമിയിൽ ഇറങ്ങി വന്ന് കൃഷ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തൻ്റെ അപരാധം പൊറുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. പഴയപടി ബാലന്മാരെയും പശുക്കളെയും എല്ലാം കൃഷ്ണൻ്റെ അടുത്ത് എത്തിച്ചു. ബ്രഹ്മാവായ ഞാൻ പോലും അങ്ങയുടെ കളികൾ അറിയുന്നില്ല. ഭക്തന്മാർ നിശ്ചല ഭക്തി മൂലം ഭഗവത്പദം പ്രാപിക്കുന്നു. അവതാരങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് കൃഷ്ണാവതാരമാണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. കൃഷ്ണൻ വിഷ്ണുവും വിഷ്ണു കൃഷ്ണനും ആണ് എന്ന് മനസ്സിലായി. ഈ വിധം ഭഗവാന്റെ മഹിമയെ വാഴ്ത്തിയിട്ട് ബ്രഹ്മാവ് സത്യലോകത്തേക്ക് മടങ്ങി. ഗോപന്മാരും പശുക്കളും ഈ 1 വർഷം പോയത് അറിഞ്ഞതേയില്ല. കുട്ടികളെ, ബ്രഹ്മാവിന് പോലും ഭഗവാന്റെ മുൻപിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നു എന്ന് മനസ്സിലായല്ലോ. കഥ ഇനി നിർത്തട്ടെ. ഹരി ഓം തത് സത്.